ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വീടിൻ്റെ ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളാണ്. അപ്പം ഓരോ ദിക്കും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട ദിക്കെന്ന് പറയുന്നത് സൗത്ത് ഈസ്റ്റ് ആണ്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് തെക്ക് കിഴക്ക് മൂല, അഗ്നികോണം. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് മൂല ആ വീട്ടിൽ നിങ്ങൾ എങ്ങനെ അത് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അത് ആ റൂമിനെ എങ്ങനെ കണക്കാക്കുന്നു എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ വീടിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അതെന്താണ് സാമ്പത്തിക അവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ആ വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കാണ്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം വീടിൽ മിസ്സിങ് ആയിപ്പോയി കഴിഞ്ഞാൽ, എങ്ങനെ മിസ്സിങ് ആകുന്നത്? നമ്മളൊരു വീട് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ നിർമ്മിക്കുമ്പോൾ അതിനെ 9 കോളങ്ങളാക്കി വരച്ചെന്ന് കണക്കാക്കുക. അപ്പോൾ അതിൽ തെക്ക് കിഴക്ക് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് നിർമ്മിതി വന്നിട്ടില്ല, അവിടെ ശൂന്യമായി കിടക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെ തെക്ക് കിഴക്ക് മിസ്സിങ് ആയിട്ട് കണക്കാക്കും. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം മിസ്സിങ് ആകുകയാണെങ്കിൽ വീട്ടിൽ സാമ്പത്തിക പ്രശ്നം, കടബാധ്യത എന്നിവയ്ക്കുള്ള സാധ്യത കൂടും. അപ്പോൾ അതിക്ക് മലിനപ്പെട്ടു പോയി. ഓക്കെ, അവിടെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് മിസ്സിങ് ഒന്നുമില്ല, പകരം അവിടെ ഒരു ടോയ്ലറ്റ് ആണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അതും കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് എപ്പോഴും നമുക്ക് ടോയ്ലറ്റോ മിസ്സിങ്ങോ വരാൻ പാടില്ല. വാസ്തുപ്രകാരം പറയുകയാണെങ്കിൽ അത് നമ്മുടെ അഗ്നികോണാണ്. അവിടെ നമുക്ക് അടുക്കള വരുന്നതും അവിടെ നമുക്ക് വിറകടുപ്പോ സ്റ്റൗവോ വെച്ച് കിഴക്കോട്ട് നോക്കി നിന്ന് പാചകം ചെയ്യുന്നതും വീട്ടിൽ കൂടുതൽ ആരോഗ്യം മെച്ചപ്പെടാനും സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകാനും ഒക്കെ നല്ലൊരു ടൂളായിട്ട്, നല്ല ഒരു ഏരിയ ആയിട്ട് അതിനെ കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രകാരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്യണം. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗം വീടിൻ്റെ സമ്പത്തിൻ്റെ ദിക്കാണ്. ആ ഭാഗം നമ്മൾ പണി കഴിപ്പിക്കുമ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധികൾ ഉണ്ടാവാനും ഉയർച്ച ഉണ്ടാവാനും ഇത് വളരെ നല്ലതായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. ഇനി 1-2 ടൂളുകൾ നിങ്ങളെ പരിചയപ്പെടുത്താം. ഇപ്പോൾ നമുക്ക് സാമ്പത്തികത്തെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് നമുക്ക് ഫെങ്ഷുയിൽ ഉപയോഗിക്കേണ്ട 1-2 ടൂളുകൾ പരിചയപ്പെടുത്താം. ഇത് ഒരു 3 ലെഗ്ഡ് ഫ്രോഗ് ആണ്. ഇത് 3 കാലുകളുണ്ട്. 1, 2, 3. ഇത് സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണക്കെട്ടി, മുത്ത്, അങ്ങനെ ഒത്തിരി സൗഭാഗ്യങ്ങളുടെ മുകളിൽ ഫ്രോഗ് ഇരിക്കുന്നതായിട്ടും അതിൻ്റെ ചുണ്ടിൽ ഒരു ചൈനീസ് കോയിൻ വെച്ച് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് വീടിൻ്റെ പുറത്ത് നിന്നും സമ്പത്തിൻ്റെ ഒരു തവള നമ്മുടെ വീടിനുള്ളിലേക്ക് വരുന്നതായിട്ടുമാണ് ഫെങ്ഷുയിൽ ഇതിനെ കണക്കാക്കുന്നത്. അപ്പം ഇത് പ്രധാന ഡോറിൻ്റെ ഉള്ളിൽ, പലരും പുറത്താണോ എന്ന് ചോദിക്കുന്നുണ്ട്. പുറത്തല്ല, വീടിനകത്ത് കയറിയിട്ട് വീടിൻ്റെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ, അതായത് സ്വീകരണ മുറിയുടെ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ, ഇപ്പം അവിടെ സെറ്റ് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ സെറ്റിയുടെ അടിയിലോട്ട് വെച്ചിട്ട് ഇത് മറ്റുള്ളവർ കാണണമെന്ന് നിർബന്ധമില്ല. ആ രീതിയിൽ വീടിനുള്ളിലോട്ട് നോക്കി ഇതിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവാനായിട്ട് ഇത് നല്ലൊരു ടൂളായി ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ നടത്തുന്നൊരു സ്ഥാപനം, ആ സ്ഥാപനമാണെന്നുണ്ടെങ്കിലും സ്ഥാപനത്തിൻ്റെ മെയിൻ ഡോറിൽ നിന്ന് നിലത്ത് വെച്ചിട്ട് അവിടുത്തെ ക്യാഷ് കൗണ്ടറിലേക്ക് നോക്കി ഫ്രോഗ് വെക്കുന്നതും നമുക്ക് സാമ്പത്തികം കൂടുതൽ നമ്മളിലേക്ക് വരാനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാനും നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ മുക്കാലി തവളയെ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് പറഞ്ഞാൽ, ഇത് ഒരു കാരണവശാലും പുറത്തേക്ക്, അതായത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ വെളിയിലേക്കോ നമ്മുടെ വീടിൻ്റെ പുറത്തേക്കോ പ്രധാന വാതിലിലോട്ട് നോക്കി ഇത് ഇരിക്കരുത്. ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും പൈസയുടെ അധിക ചിലവുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ പലരും ഇത്തരത്തിലുള്ള ടൂളുകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ നിന്ന് കൊടുത്തിട്ടുള്ള ടൂളുകൾ തന്നെ പലരും വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു 2-3 വർഷം കഴിഞ്ഞ് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഇത് നിറയെ ചിലന്തി വലയും പൊടിയും എല്ലാമായിട്ട് അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. അങ്ങനെ ഒരു ടൂള് വെച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു ബ്രഷ് ചെയ്യുക, അതിൻ്റെ പൊടികളെല്ലാം മാറ്റാനായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അടുത്ത ഫെങ്ഷുയിൽ ഉപയോഗിക്കാവുന്ന മറ്റ് 2 ടൂളുകൾ പരിചയപ്പെടുത്താം. ഇത് ചൈനീസ് കോയിൻസ് ആണ്. ഇത് 1 ഗോൾഡ് കോയിനും 1 ബ്രാസ് കോയിനുമാണ്. ഇത് നമ്മളുടെ പേഴ്സിനകത്ത്, വീട്ടിൽ നമ്മൾ ക്യാഷ് സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ, നമ്മുടെ സ്ഥാപനത്തിൽ പൈസ വയ്ക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇത് നമ്മൾ വെക്കുന്നത് നമ്മളിലേക്ക് സമ്പത്ത് കൂടുതലായിട്ട് വന്നു ചേരാനും അത് നിലനിൽക്കാനുമായിട്ട് നല്ല ഒരു ടൂളാണ്. വളരെ ചെറിയ പൈസ ഇതിനുള്ളൂ, പക്ഷേ നല്ല വലിയ റിസൾട്ട് ഇത് നമുക്ക് കിട്ടുന്നുണ്ട്. ഗോൾഡ് കോയിൻ നമ്മളിലേക്ക് പൈസ വരാനും കോപ്പർ കോയിൻ ആ പൈസ നിലനിർത്താനുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. മറ്റൊരു ടൂളും കൂടെ പരിചയപ്പെടുത്താം. ഇത് സിട്രിൻ എന്ന് പറഞ്ഞ സ്റ്റോൺ ആണ്. ഇപ്പോൾ ഇത് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺ ആണ്. ഇത് നമുക്ക് ക്യാഷ് ബോക്സിനകത്ത് വെക്കാനും ഇത് വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യുമെന്നാണ് ഈ സ്റ്റോൺ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് ഉണ്ട്, ഇത് നമുക്ക് കയ്യിൽ ധരിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മാലയുണ്ട്, ഇത് നമുക്ക് ധരിക്കാം. അപ്പോൾ ഇത് നമ്മളിലേക്ക് കൂടുതൽ വെൽത്തിനെ അട്രാക്റ്റ് ചെയ്യപ്പെടും എന്ന് ഫെങ്ഷുയിൽ പറയുന്നുണ്ട്. ഇത് വളരെ റിസൾട്ട് കിട്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.